കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരു കനാന്യ സ്ത്രീ ഒരു വിഷയമായി വരികയാണ്. അവരുടെ മകൾ ഭൂതത്തിൻ്റെ ഉപദ്രവത്താൽ പിടിക്കപ്പെട്ടു. രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന യേശുവിനോട് സങ്കടം പറയുന്ന അവസ്ഥ നമുക്കറിയാം. ആ കർത്താവിനോട് വന്ന് പറയുകയാണ്, കർത്താവേ, എൻ്റെ മകൾ ഭൂതോദരത്താൽ കഠിനമായിരിക്കുന്നു, അവളെ രക്ഷിക്കണമേ. യേശു ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഒരു പരിഹസിക്കപ്പെടുന്ന ഒരു അനുഭവം. ആ കർത്താവിൽ നിന്നും ഒരു ഉത്തരം പോലും ലഭിച്ചില്ല. അവൾ പിന്മാറാൻ കൂട്ടാക്കിയില്ല. അവൾ വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ അത് കണ്ട് ശിഷ്യന്മാർ പറയുക, കർത്താവേ, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നല്ലോ, അവളെ പറഞ്ഞയക്കാൻ പറഞ്ഞു. അപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിർത്തിൽ നിന്ന് വീണ വാക്ക് അവൾക്ക് പ്രത്യാശ തരുന്ന വാക്കല്ലായിരുന്നു, അവൾക്ക് നിരാശ തരുന്ന വാക്കായിരുന്നു. അവിടെയും അവൾ പതറിപ്പോയില്ല. വീണ്ടും അവൾ കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു പ്രാപിപ്പാൻ അത്ര മനുഷ്യപുത്രനും പറഞ്ഞത്. അവിടെയും അവൾക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ആശ്വാസം ലഭിക്കേണ്ട കർത്താവിൽ നിന്ന് നിരാശയുടെ വാക്കിൽ കേൾക്കുമ്പോഴും ആ സ്ത്രീ ഭയപ്പെട്ട് പിന്മാറിയില്ല. അവൾ ഉറച്ച തീരുമാനത്തോടെ കർത്താവിനോട് പറയുന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. അവിടെയും പതറിപ്പോകാമായിരുന്നു, പിന്മാറിപ്പോകാമായിരുന്നു, ക്ഷീണിച്ചു പോകാമായിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതേ കർത്താവേ, ഞാൻ ആ നായ്ക്കുട്ടിയാണ്, എനിക്ക് നിന്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് അവിടെ സമർപ്പിക്കപ്പെട്ട മാത്രയിൽ അവിടെ വിഷയത്തിന് പരിഹാരം ലഭിച്ചു. അവളോട് കർത്താവ് പറഞ്ഞൊരു വാക്ക്, മകളെ, നിന്റെ വിശ്വാസം വലിയ വിശ്വാസമായിരിക്കുന്നു. അവൾ വില കൊടുക്കുവാൻ അവൾ മനസ്സ് വെച്ചപ്പോൾ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, പരിഹസിച്ച വ്യക്തിയിൽ നിന്നും അവൾക്ക് ആശ്വാസം മാത്രമല്ല, ഒരു നല്ല സർട്ടിഫിക്കറ്റ് ലഭിച്ചു. മകളെ, നിന്റെ വിശ്വാസം വലിയ വിശ്വാസം. പ്രിയരെ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ പോരാട്ടങ്ങളുണ്ടാകാം, വെല്ലുവിളികളുണ്ടാകാം, പരിഹാസങ്ങളുണ്ടാകാം. പിന്മാറിപ്പോകരുത്. ഉറച്ചു നിന്നാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിപ്പാൻ ഇടയാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.